بسم الله الرحمن الرحيم إنك ميت وإنهم ميتون. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഫർ മാസത്തിന്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് ലോകം സാക്ഷിയാവാൻ അതിന്റെ കാരണങ്ങൾ തുടങ്ങിയ ദിവസങ്ങളാണ് സഫർ മാസത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷമ ഘട്ടങ്ങളെ സംഭവിക്കാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ ഏറ്റവും വലിയ സ്നേഹം കൊടുത്ത മക്കൾ നമ്മളിൽ നിന്ന് അകലുമ്പോൾ, വിട പറയുമ്പോൾ അച്ചോർപ്പരായ മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. പക്ഷെ അവിടെ പോലും നമുക്ക് സമാധാനം നൽകുന്ന, ഏത് വിഷമതകളിലും നമുക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന, അതിനേക്കാൾ വലിയൊരു ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിലൂടെ ലോകത്തിനോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഹദീസുകളിലൂടെ കാണാം, ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടാണ്. ദാരിമിയിലും ഇബ്നു മാജയിലും ഒക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിലൂടെ കാണാം. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അയ്യുമാ അഹദിൻ മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബ, ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്ക് വല്ല ദുരന്തവും അവനെ ബാധിച്ചാൽ പ്രവാചകൻ പറയാണ്, ഫലിയതഅസ്സ ബിമുസീബതിഹി ബി, എന്നെ കൊണ്ടുള്ള മുസീബത്ത് അതിനെ അവൻ പ്രാധാന്യം കൊടുക്കട്ടെ, അതിനെ അവൻ ഓർത്തുകൊള്ളട്ടെ. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുള്ള മുസീബത്താണ്, അഥവാ പ്രവാചകന്റെ വേർപാടാണ്. അവന്റെ മുസീബത്തുകളോട് തുലനം ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ അവർക്ക് മുകളിൽ നിൽക്കുന്നത് എന്നതാണ്. ഇബ്നു മാജയുടെ ഹദീസിൽ ഒരു വരി കൂടെ കാണാം, ഫഇന്നഹാ അഅ്ളമുൽ മസാഇബ്, ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് എന്റെ വഫാത്താണ് എന്ന ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ വലിയ ദുരന്തം മുസ്ലിം ഉമ്മത്തിന് വന്നിറങ്ങിയത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. സഫറിന്റെ അവസാനത്തിലാണ് അതിന്റെ രോഗങ്ങൾ കടന്നു വന്നത്. പക്ഷെ ആ ദുരന്തത്തിനെ ആഘോഷമാക്കുന്ന ആളുകളും സമൂഹത്തിൽ കാണുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥകളാണ്. ഇത് കേവലം ചങ്ങരംകുളത്തെ തഖ്വാ പള്ളിയുടെ മിമ്പറിൽ മാത്രം നടക്കുന്ന ഒരു ഖുതുബയല്ല. ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച മുതൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന പള്ളി മിമ്പറുകളിൽ വരെ ജനങ്ങളുടെ ആഘോഷത്തിനെ പറ്റി അരവരി പോലും പറഞ്ഞു കൊടുക്കാറില്ല. അവിടെ ജനങ്ങളോട് പറയുന്ന, ജനങ്ങളെ കരയേണ്ട മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുതുബ പോലും ആരംഭിക്കുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ ലോകത്തിലെ വലിയ ദുരന്തമായി പഠിപ്പിക്കപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശാഇന്റെ നേരത്തെ പള്ളിയിലേക്ക് കടന്നു വരുന്ന പ്രവാചകൻ, അന്ന് റസൂലുള്ളാഹി ഇശാഇന് വരുമ്പോ സഹാബത്ത് അവിടെ പ്രവാചകനെ കാത്തിരിക്കുകയാണ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്വഹീഹുൽ ജാമിയിൽ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരും പോയില്ലേ? അവർ പറഞ്ഞു, പ്രവാചകരെ താങ്കളെ ഞങ്ങൾ കാത്തിരുന്നതാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞ വാക്കുണ്ട്, അന്നുജൂമു അമനത്തിൽ ലിസ്സമാ, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തിലുള്ള സമാധാനമാണ്. വഇദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഉ മാ തുഅദ്, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഇല്ലാതായി പോയാൽ ആകാശത്തിന് അല്ലാഹു എന്തൊന്ന് കരാർ ചെയ്തവോ ആ കരാർ ചെയ്തത് സംഭവിക്കുമെന്നുള്ളതാണ്. അതെന്താണ്? വഇദാ നുജൂമു ഖദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ ലോകത്തിന്റെ അവസാനമാണ്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, വഅന അമനതുൽ അസ്ഹാബി, ഞാൻ എന്റെ സഹാബത്തിനുള്ള സമാധാനമാണ്. വഇദാ ദഹബതു, ഞാൻ എങ്ങാനും ഇവിടെ പറഞ്ഞു പോയാൽ അതാ അസ്ഹാബി മാ യുഅദൂൻ, എന്റെ സഹാബ നിങ്ങൾക്കല്ലാഹു അവർക്കല്ലാഹു എന്തൊന്ന് കരാർ ചെയ്തോ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ്
വഅസ്ഹാബി അമനത്തുൽ ലിഉമ്മതി, എന്റെ സഹാബത്ത് എന്ന് പറയുന്നത് എന്റെ ഉമ്മത്തിനുള്ള സമാധാനമാണ്. വഇദാ ദഹബ അസ്ഹാബി, എന്റെ സഹാബത്ത് ഞാൻ വിട പറഞ്ഞു പോയാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ ഉമ്മത്തിന് അല്ലാഹു എന്തെന്ന് കരാർ ചെയ്തുവോ അത് ഉമ്മത്തിലൂടെ സംഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷാഫി മദ്ഹബിലെ രണ്ടാം ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം സുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിലൂടെ അദ്ദേഹം പറഞ്ഞു, ഐമിനൽ ഫിതനി വൽ ഹുറൂബ്, അഥവാ യുദ്ധങ്ങൾ ഉണ്ടാകും, മുസ്ലിം സമൂഹത്തിൽ ഫിതനകൾ ഉണ്ടാകും, മുർത്തദായി പോകുന്ന പ്രവണതകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രവാചകൻ വിട പറഞ്ഞു പോയാൽ ഉമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് വിശദീകരിക്കാനുള്ള കാരണമെന്ന് ഈ ഹദീസുകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ആ പ്രവാചകന്റെ വഫാത്ത് തീർന്നിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുമായി സംഭാഷണം നടക്കുന്നത്, ഉമ്മ അയ്മന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകണം. ആരാ ഉമ്മ അയ്മൻ എന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം അവരെ കാണാൻ ഇവർ രണ്ടുപേരും കൂടെ അവിടെ കടന്നു വരുമ്പോ മഹദി വല്ലാതെ കരയുന്നുണ്ട്. അവർ വിചാരിച്ച റസൂലുള്ളാഹിന്റെ വഫാത്ത് ഓർത്തിട്ടാണ് ഇവർ കരയുന്നത് എന്നാണ്. അവർ സമാധാനിപ്പിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ തെരഞ്ഞെടുത്തത് ഖയ്യറുൽ അബ്ദു മാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏറ്റവും ഖൈർ എന്തുണ്ടോ ആ ഖൈറിനെയാണ് ലോകത്തിന്റെ പ്രവാചകൻ തെരഞ്ഞെടുത്തത് എന്ന്. ആ സമയത്ത് അവര് പറയുന്നുണ്ട്, എനിക്കറിയാം എന്റെ പ്രവാചകൻ ഖൈർ അള്ളാഹുവിന്റെ അടുക്കലാണെന്ന് എനിക്കറിയാം. പക്ഷെ മുത്ത് റസൂൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലേ, ഇനി നമുക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാക്കുമ്പോ അവിടെ തീർപ്പ് കൽപ്പിക്കാൻ ആരോ ഉള്ളത്? വഹി മുറിഞ്ഞു പോയില്ലേ, ഇനി ഒരു വഹി നമുക്കിടയിലൂടെ കടന്നു വരികയല്ലോ എന്ന വേദന കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് ആ മഹദി പറയുന്നുണ്ടെങ്കിൽ അതെ, അത് തന്നെയാണ് ലോകത്തിന്റെ പ്രവാചകന്റെ വഫാത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വിഷയത്തെ കേവലം ഒന്ന് കേട്ടുപോകാനില്ല. ഈ വെള്ളിയാഴ്ചയും ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത വെള്ളിയാഴ്ചയിലെ ഖുതുബയും നമുക്കൊന്ന് ശ്രദ്ധയോടുകൂടെ കേൾക്കാൻ, നാട്ടിൽ നടക്കുന്ന മാമാങ്കങ്ങളെ എന്റെ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് പഠിക്കാനും പരിശോധിക്കാനും എന്റെ മുത്തനബിയോടുള്ള മഹബത്ത് ഇരിക്കുന്ന നമുക്കാർക്കും സ്നേഹമില്ല എന്നല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദീനത്തെ മസ്ജിദ് നബവിയിൽ ചെല്ലുമ്പോ പ്രവാചകന്റെ അടുക്കൽ നിന്ന് സലാം പറയാൻ അവിടെ നിന്ന് ബാബു സലാമിലൂടെ കടന്നു വന്ന് റൗള ശരീഫും കടന്ന് പ്രവാചകന്റെ ഖബറിന്റെ ചാരവന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോ രോമം എഴുന്നേറ്റ് നിന്നത്, കണ്ണ് നിറഞ്ഞൊലിച്ചത്, ഒന്നല്ല 10 100 തവണ കടന്നു വന്നാലും ആ കണ്ണുകൾ നിറഞ്ഞൊലിച്ചത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്താണ്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം കൈമുതലാക്കി വെച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ വിഷയത്തെ നമുക്ക് സമീപിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോൾ ഒരു കാര്യം പഠിക്കണം. റസൂൽ വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ആരും മരിക്കാതെ ബാക്കി ഉണ്ടാവില്ല. ഇല്ല, ഒരു അറബി കവിതയുടെ ശിഖരങ്ങളിൽ കാണുന്ന പോലെ ഈ ലോകമെങ്ങാനും മരിക്കാതെ ഒരാളെ ബാക്കി വെക്കുമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി ഉണ്ടാകുമായിരുന്നു. പക്ഷെ ആ റസൂൽ പോലും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലേ. അതുകൊണ്ട് തന്നെ നമ്മളും വിട പറയാനുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം എന്നല്ലാഹുവിന്റെ ഖുർആൻ റസൂലേ, താങ്കളും മരിക്കാനുള്ളവരാണ്, അവരും താങ്കളുടെ ഉമ്മത്തും മരിക്കാനുള്ളവർ തന്നെയാണ് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ ആയത്തുകളാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുമ്പോ ഒരുപാട് ഗുണപാഠങ്ങൾ വെച്ചുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. ഇനിയുള്ളവരെ സൂചനകൾ ഒരുപാട് നൽകി പ്രവാചകൻ, സൂചനകൾ ഒരുപാട് നൽകി. അവിടെ നിന്ന് പ്രവാചകൻ റമദാനിൽ കടന്നു വരുമ്പോ അതിന്റെ അവസാനത്തെ 10കളിലൂടെ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇങ്ങനെ ഇഅ്തികാഫിരിക്കാറുണ്ട്. ഈ ലോകത്തോടെ വിട പറയുന്ന കൊല്ലമില്ലയോ 20 ദിവസമാണ് ലോകത്തിന്റെ പ്രവാചകൻ ഇഅ്തികാഫിരുന്നത് എന്നാണ്. 20 ദിവസം ഇഅ്തികാഫിരിക്കുകയാണ്. റമദാനിലൂടെ പ്രവാചകനോട് ഖുർആനിന്റെ ഹിഫ്ള് പരിശോധിക്കുന്ന
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ കടന്നു വന്നിട്ട് വിട പറയുന്ന കൊല്ലത്തിന്റെ റമദാനില് 2 പ്രാവശ്യമാണ് റസൂലുള്ളാഹിന്റെ ഹിഫ്ള് പരിശോധിച്ചത് എന്നാണ്. 2 പ്രാവശ്യമാണ്. അതുപോലെ തന്നെ ഖുർആനിലെ 5 അധ്യായത്തിലെ 3-ാമത്തെ ആയത്ത് ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്ന ആയത്തിറങ്ങുമ്പോ സഹാബത്തൊക്കെ സന്തോഷിക്കുമ്പോ ശൈഖുമാർ അബൂബക്കർ റളിയല്ലാഹു അൻഹു സങ്കടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? ഇസ്ലാമിൽ പൂർത്തീകരിക്കപ്പെട്ട ആയത്തിറങ്ങിയാൽ ഇനി അധികനാൾ പ്രവാചകൻ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ലല്ലോ എന്ന വേദനയാണ് അവരെ സങ്കടപ്പെടുത്തിയത് എന്നുള്ളതാണ്. പ്രവാചകന്റെ സംസാരത്തിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് ദുനിയാവ് വേണോ, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് വേണോ എന്ന് ചോദിക്കുമ്പോ ഈ അടിമ തെരഞ്ഞെടുത്തത് എനിക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ളത് മതി എന്നാണ്. അത് പറഞ്ഞപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്നത് പ്രവാചകന്റെ വഫാത്തിന്റെ സൂചനയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി നിയമിക്കുമ്പോ ആ നാട്ടിൽ പോയി ചെയ്യാനുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് മദീനയുടെ മസ്ജിദ് നബവിയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുആദ് ഇനി ഒരുപക്ഷെ എന്റെ മദീനയിൽ മുആദ് തിരിച്ചു വരുമ്പോ നീ ഇവിടെ നടന്നു പോകുന്ന വഴിയെ അറിയുമോ നിനക്ക്? ലഅല്ലി കബരി ഹാദാ, എന്റെ ഖബറിന്റെ ചാരത്ത് പോലെ ആയിരിക്കാം നീ നടന്നു പോവുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുന്നുണ്ട്, അദ്ദേഹം കരയുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രവാചകൻ ഇവിടെ പറയുന്നതിന് തൊട്ട് മുമ്പുള്ള ഖുത്ബത്തുൽ വിദാ അറബിയിലെ സംസാരം കഴിഞ്ഞു ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് വന്നു. ഓരോ കർമ്മങ്ങളിലും ചപ്രകൾ കെറിയുന്ന സന്ദർഭങ്ങളിൽ വരെ ഉത്തരവ് പറയുന്നുണ്ട്, ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങള് നല്ലപോലെ നോക്കി പഠിക്കണേ സഹാബ. ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഹജ്ജ് ചെയ്തു എന്ന് വരില്ല. അതുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങള് നല്ലപോലെ നോക്കി പഠിക്കണേ സഹാബ. ഒരുപാട് സൂചനകൾ സൂറത്തുൽ നസ്റിന്റെ തഫ്സീറിൽ വരെ പ്രവാചകന്റെ വഫാത്തിന്റെ സൂചനയിൽ നിന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഇനി ആ വഫാത്തിന്റെ രോഗം തുടങ്ങിയത് ഇതുപോലെ ഒരു സഫർ മാസത്തിന്റെ അവസാനത്തിലാണ്. മദീനയിലെ ഒരു സഹാബി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോയി മറമാടി. പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ തലവേദനയുടെ കാഠിന്യം കൊണ്ട് തലയിൽ കൈവച്ച് റസൂലുള്ളാഹിയോട് പറയുന്നുണ്ട്, എനിക്കെന്തൊരു തലവേദനയാണ്. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറഞ്ഞു, ആയിഷ എനിക്കും ആയിഷ നല്ല തലവേദനയുണ്ട് ആയിഷ, എനിക്കും നല്ല തലവേദന വരുന്നുണ്ട് ആയിഷ. വഫാത്തിന്റെ രോഗം തുടങ്ങുന്നത് തലവേദനയാണ്. മുസ്ലിം പറഞ്ഞ ആയിഷ, എന്നിൽ നിന്ന് നീയാണ് ആദ്യമായി ഇവിടെ പറയുന്നതെങ്കിൽ നിന്റെ മയ്യത്തിനാണ് കുളിപ്പിക്കും ആയിഷ, നിന്നെ ഞാൻ മറവ് ചെയ്യും ആയിഷ, നിനക്ക് ഇതിനെ ഞാൻ കഫൻ ചെയ്യുന്നത് ഞാനാണ്, നിനക്ക് വേണ്ടി നമസ്കരിക്കുന്നവൻ ഞാനാണ്, നിന്നെ മറവ് ചെയ്യുന്നതും ഞാനായിരിക്കും ആയിഷ എന്ന് ലോകത്തിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ, എന്നിൽ നിന്ന് നീയാണ് ആദ്യമായി മരിക്കുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത്, കഫൻ ചെയ്യുന്നത്, നമസ്കരിക്കുന്നത്, മറവ് ചെയ്യുന്നത് ഞാനായിരിക്കും ആയിഷ. ഒരു ഭർത്താവിനോട് ഭാര്യയോടുള്ള കട എന്താണെന്ന് സ്വന്തമയെ തലവേദനയിലൂടെ നിൽക്കുമ്പോ പ്രിയപ്പെട്ടവളും തലവേദനയാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ലോകത്തിനുള്ള പാഠമാണ്. ഭർത്താവ് മരിക്കുമ്പോൾ മൂലയിൽ തകർന്നിരിക്കാനില്ല. അതുപോലെ തന്നെ ഭാര്യ മരിക്കുമ്പോ ഭർത്താക്കന്മാരെ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അർഹതപ്പെട്ട പുരുഷൻ അവരുടെ ഭർത്താവാണ്. വഫാത്തിന്റെ ലോകത്തിൽ നിങ്ങളറിയോ, അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തില് അങ്ങ് മരണം പോലും ത്വലാഖിന്റെ വിധിയാണെന്നും ഭർത്താവിന്റെ മയ്യത്ത് പോലും കാണാനുള്ള അവകാശമില്ലാതെ പോലും അന്ധവിശ്വാസങ്ങൾ ഒരു സൈഡിലൂടെ പ്രചരിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് തലവേദനയില്ലെന്ന് പറയുമ്പോ വഫാത്തിന്റെ തലവേദനയിൽ കടിച്ചമർത്തി പിടിച്ച് ലോകത്തിന്റെ പ്രവാചകൻ തന്ന അധ്യാപനമാണ്.
പിന്നീട് പനിയായി മാറുകയാണ്. ശക്തമായ പനിയായി. റിയാദുസ് സാലിഹീൻ 37-ാമത്തെ നമ്പർ ഹദീസിലൂടെ കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പനി എന്ന് പറയുന്നത് ശക്തമായ പനി. അത് കാണാൻ വേണ്ടി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗ സന്ദർശനത്തിന് വരികയാണ്. തിരുനബിയുടെ പനി കണ്ടിട്ട് പറഞ്ഞു, ശക്തമായി പനിക്കുന്നുണ്ടല്ലോ റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇന്നി ലഅഉഖു കമാ യുഅഖു റജുലാനി മിൻകും. നിങ്ങളിൽ നിന്ന് രണ്ടാൾക്ക് എങ്ങനെ പനിക്കുന്നുവോ അതുപോലെ എനിക്ക് പനിക്കുന്നുണ്ട് അബ്ദുള്ള. രണ്ടാളുടെ പനി എനിക്ക് പനിക്കുന്നുണ്ട് അബ്ദുള്ള. ഈ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലകാസറാൻ, രണ്ടാളുടെ കൂലിയുണ്ടോ റസൂലേ അങ്ങേക്ക്? രണ്ടാളുടെ പ്രതിഫലമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അതെ അബ്ദുള്ള, ഈ രോഗത്തിൽ ക്ഷമിക്കുമ്പോ അല്ലാഹു പാപങ്ങളെ പൊറുത്തു തരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു മരത്തിൽ നിന്നതിന്റെ ഇല പൊഴിയുന്നത് പോലെ അല്ലാഹു പാപങ്ങൾ ഇങ്ങനെ പുറത്തു തരുന്നതാണ്. ശക്തമായ തലവേദനയുണ്ട്, ശക്തമായ പനിയുണ്ട്, രണ്ടാളുടെ പനിയുണ്ട് ലോകത്തിന്റെ പ്രവാചകന്. എന്നിട്ട് പറയാണ്, രോഗത്തിലൂടെ ക്ഷമിക്കുമ്പോ ഒരു മരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലെ അല്ലാഹു പാപങ്ങളെ പുറത്തു തരുന്നതാണ്. എന്ത് വേദന വരുമ്പോഴും നശിച്ച രോഗം നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഒരു ഹദീസിൽ കാണാം, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ഒരു മുതലില്ല, അമ്മയില്ല, മനക്ലേശമില്ല, ദുഃഖമില്ല, വേദനയില്ല, രോഗമില്ല, അവന്റെ കാലിൽ കിടക്കുന്ന ഒരു മുള്ളുപോലുമില്ല. അതുകൊണ്ടല്ല അവന്റെ പാപങ്ങളെ പൊറുത്തു കൊടുത്തിട്ടില്ലാതെയാണ്. അതുകൊണ്ട് എന്ത് വന്നാലും ക്ഷമയോടുകൂടെ നേരിടാം. പ്രിയമുള്ളവരെ, കഠിനമായ ക്യാൻസറിന്റെ സഹിക്കാൻ കഴിയാത്ത വേദന കടിച്ചമർത്തുമ്പോഴും അല്ലാഹുവേ ഇങ്ങനെ ക്ഷമയോടെ നേരിട്ടാൽ ഉഹ്റവിയായ ഷഹീദുകളെ എനിക്ക് പരലോകത്ത് കിട്ടുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിക്കുക. ഏത് രോഗത്തെയും ക്ഷമ കാണണേ. രണ്ടാളുടെ പനിയുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കാലാണ്, വിളിച്ച് പള്ളിക്ക് പോകാൻ വരെ എനിക്ക് പ്രയാസമായി. ഓരോ ഭാര്യമാരുടെ വീട്ടിൽ മാറി മാറി താമസിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഭാര്യമാരെ മുഴുവൻ വിളിച്ചു ചേർത്തു. അവരോട് ചോദിക്കുന്നുണ്ട്, എന്റെ ആയിഷ, എന്റെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ? ആയിഷാന്റെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ അനുവാദം തരുമോ എനിക്കെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്. കാരണം നമ്മൾ പറയൂലേ, റൗദാ ശരീഫ് എന്ന് പറയില്ലേ? പല ആളുകളുടെയും തെറ്റിദ്ധാരണ അറിയും. റൗദ എന്ന് പറഞ്ഞ മുസ്ലിമിയുടെ ഖബറാണെന്ന്. അല്ലാട്ടോ, ഖബർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്, റസൂലുള്ളാഹി താമസിച്ച വീടാണ്. മസ്ജിദിന്റെ വീട് മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിൽ നിന്ന് മിഹ്റാബിലേക്ക് നടന്നിരുന്ന വഴിയാണ്. മക്കാന ബൈതി വ മിൻബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ തോട്ടം എന്ന് പറയുന്ന റൗദ. നിങ്ങൾ നോക്ക്, ആ വീട്ടിൽ നിന്ന് മിമ്പറിലേക്ക്, അവിടുത്തെ മിഹ്റാബിലേക്ക് വളരെ അടുത്താണ്. ഒരൊറ്റ റൂമിന്റെ ഒരു ഓരയുടെ മറയിൽ നിന്ന് പ്രവാചകന് കടന്നു വരാൻ, അവിടെ നിസ്കരിക്കാൻ വരാനാണ്. എല്ലാ ഭാര്യമാരുടെയും അനുവാദം വാങ്ങി അവർക്കുള്ള അവകാശം വെച്ചു കൊടുത്താൽ, ഹക്കിനെ വെച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് കിടച്ചോളൂ. റസൂൽ പറയുന്നുണ്ട്, ഹരിക്കോ തോൽപാത്രങ്ങളിൽ നിന്ന് എന്റെ ശരീരത്തിലേക്കൊന്ന് വെള്ളമൊഴിച്ചതാ. പള്ളിയിലേക്ക് പോകാനാണ്, ചൂടിന്റെ കാഠിന്യമാണ്. കെട്ടിവെച്ച തോൽപാത്രങ്ങളിൽ നിന്ന് എന്റെ ശരീരത്തിലേക്കൊന്ന് വെള്ളമൊഴിച്ചതാ. ഓരോ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സ് സഞ്ചരിക്കേണ്ട ഒരു വഴിയുണ്ട്. നബിയുടെ ജീവിതം പറയണേ, റബീഉൽ അവ്വലിന്റെ തുടക്കം പറയണേ, റബീഉൽ അവ്വലിന്റെ 12 അടുക്കുന്ന സമയം പറയണേ. നമ്മുടെ ആൾക്കാർക്കൊക്കെ ആഘോഷം മതി, സെലിബ്രേഷൻ മതി. ശ്രീകൃഷ്ണ ജയന്തിയും ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ പോലെ ഒരു സെലിബ്രേഷൻ വേണമെന്നുള്ള കൂടി നീങ്ങുന്ന ആളുകളോടാണ് പറയണം. അയണ തകർക്കാനും പായസം വെക്കാനും നടക്കുമ്പോൾ ഒത്തിരി ദിവസങ്ങളിൽ എന്താ അനുഭവിച്ചതെന്ന് മിനിമം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിന്റെ ചൂട് കാരണം, തലവേദനയുടെ കാഠിന്യം കാരണം, പള്ളിക്ക് പോകാനുള്ള പ്രയാസം കാരണം അവിടെ എന്തിനാണ് ഏതെന്ന ഹിക്മത്ത് പറഞ്ഞത് എന്ന് അല്ലാഹു അഅലം. പക്ഷേ അത്രയും കെട്ടിവെച്ച തോൽപാത്രങ്ങളെ വെള്ളം ശരീരത്തിനൊന്ന് നൈർമല്യപ്പെടുത്താൻ എന്നിലേക്കൊന്ന് ഒഴിച്ചു തന്ന ഓരോ ഭക്തിയും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പള്ളിയിലേക്ക് പോയി വരാൻ
അവസാനം മഗ്‌രിബിനെ പള്ളിയിലെത്തുമ്പോ ഉറക്കയോതി റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ അവസാനത്തെ ജമാഅത്താണ് എന്ന് വരുന്ന സൂറത്ത് പൂർണ്ണമായി പാരായണം ചെയ്ത് ആ മഗ്‌രിബിന് ഇമാം എന്ന ലോകത്തിന്റെ പ്രവാചകന് അതോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പിന്നീട് പള്ളിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇശാഇന്റെ സമയം കടന്നു വരുന്നു. റസൂലുള്ളാഹി സ്വഹാബത്ത് കാത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ആയിഷ അബൂബക്കറിനോട് ഇമാമത്തിക്കാൻ പറയണേ ആയിഷ. റസൂലേ അങ്ങില്ലാത്ത മിഹ്റാബില് എന്റെ വാപ്പാക്ക് ഇമാമത്തിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ആയിഷ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ സ്ത്രീകളെ പോലെ ഒഴികഴിവ് പറയുന്നവരായി നിങ്ങൾ മാറരുത്. അബൂബക്കറിനോട് ഇമാമത്തിക്കാൻ പറയണേ. അങ്ങില്ലാത്ത മിഹ്റാബിൽ എന്റെ വാക്ക് നിന്നാൽ കരച്ചില് കൊണ്ട് മഹ്മൂമിന് ഖിറാഅത്ത് പോലും കേൾക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിയെ തേടി വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിൽ കടന്നു ചെന്ന് പറയുന്നത് അറിഞ്ഞോ? അല്ലാഹുവിന്റെ റസൂൽ വരൂലാന്ന് പറഞ്ഞിട്ടുണ്ട്. സലാം നിസ്കാരം നിർബന്ധമായതിനു ശേഷം, ജമാഅത്ത് സ്ഥാപിതമായതിനു ശേഷം മുത്തുനബി പള്ളിയിലേക്ക് വരാതെ റസൂലുള്ളാഹിന്റെ മിഹ്റാബിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന രംഗമാണ്. നമ്മൾ പഠിക്കപ്പെട്ട പാഠം കൂടല്ലേ. അതിന് മുമ്പത്തെ മഗ്‌രിബ് എന്തായിരിക്കും പ്രവാചകൻ? ആ ലോകത്തിന്റെ കാഠിന്യം എന്തായിരിക്കും? എന്നിട്ട് പോലും ഓതിയ സൂറത്ത് വൽ മുർസലാത്തി ഉർഫാന, നമ്മളുടെ വീട്ടിലെ ഖുർആനിൽ 1.5 പേജോളം വലിപ്പമുള്ള സൂറത്ത്. നമ്മളൊക്കെ പറയും കുഞ്ഞ സൂറത്താണ് മഗ്‌രിബിന്. അവിടെ പോലും ഖുർആനിനോടുള്ള വാവിലെ നിസ്കാരത്തിനുണ്ട്. ഇനി എന്തുകൊണ്ടാ വരാണ്ടായെന്നറിയോ? 10-17 വക്ത റസൂലില്ലാതെ ഇമാം നിന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിന്റെ കൂടെ ഒരു പാഠം കൂടെ കാണാം. വഫാത്താവുന്നതിന് 5 ദിവസം മുമ്പാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വരുമ്പോ അൻസാരികളായ സഹാബത്ത് കരയുന്നുണ്ട്. എന്തിനാ നിങ്ങൾ കരയണം? ذكرنا مجلس النبي صلى الله عليه وسلم. അല്ലാഹുവിന്റെ ഹബീബിന്റെ ക്ലാസ് ഓർത്തിട്ടാണ്, ആ ക്ലാസ് ഓർത്തിട്ടാണ്. നിങ്ങളുള്ളവരെ അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് വന്ന് പറഞ്ഞു, റസൂലേ അങ്ങയുടെ ക്ലാസ് സഹാബത്തിന് വിസ്മരിക്കുന്നുണ്ട്. അവരുടെ സങ്കടത്തിലാണ്. അന്നത്തെ ളുഹറിന് പള്ളിയിലേക്ക് വരുമെന്ന് അറിയിച്ചു ലോകത്തിന്റെ പ്രവാചകൻ. എന്തുകൊണ്ടാണ്? പള്ളി മുറിഞ്ഞ രംഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടെ, ഒരു പള്ളിയോടുള്ള ബാധ്യത എന്താണെന്ന് മനസ്സിലാക്കാനാണ്. ആ ളുഹറിന്റെ നേരത്ത് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പോകാനായി തന്റെ ലോകത്തിന്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ബോധരഹിതനായി താഴെ വീണുപോയി. ലോകത്തിന്റെ പ്രവാചകൻ നിൽക്കുന്ന ബോധവുമാണ്. അത്രമേൽ ലോകത്തിലാണ് അല്ലാഹുവിന്റെ പള്ളിയോട് വിട പറയുന്നത്. അവിടെ നിന്ന് ബോധം വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആയിഷ അവരെ നിസ്കരിച്ചോ? ആയിഷ ഇല്ല നബിയെ, അവരങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രവാചകൻ എഴുന്നേൽക്കുന്നുണ്ട്. ബോധരഹിതനായി താഴെ വീഴുകയാണ്. പല തവണ ബോധരഹിതനായി താഴെ വീണോ അവസാനം ഫദ്ൽ ഇബ്നു അബ്ബാസ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുയുടെ ഷോൾഡറിലൂടെ കൈവച്ചുകൊണ്ട് പ്രവാചകൻ പള്ളിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയോ? കാല് മണലിൽ നിന്ന് പൊന്തിക്കാൻ കഴിയാതെ മണലിലൂടെ കാല് വലിച്ച് 2 ചാല് പോലെ കാണപ്പെട്ടു എന്ന് സഹാബ. അത്രമേൽ വേദനയുണ്ട്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്നത്. മിഹ്റാബിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂബക്കറിന്റെ ഇടതുഭാഗത്ത് എന്നെ ഒന്ന് ഇരുത്തിത്താ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറയുമ്പോ പുറകോട്ട് മാറാനിറങ്ങിയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കൈകൊണ്ട് ആംഗ്യം കാണിക്കാ. അവിടെ തന്നെ നിന്നോ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിനെ പിന്തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് സകലമായ സ്വഹാബ ആ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്നു. ലോകത്തിന്റെ പ്രവാചകന്റെ വിളി വന്നു, അയ്യുഹന്നാസ് വസലൂ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് മുത്തുനബിയിലേക്ക് ചാടി വീഴുകയാണ്. എത്ര ദിവസമായി ക്ലാസ് കിട്ടിയിട്ട്, എത്ര ദിവസമായി ഇതുപോലൊരു ഇൽമു കിട്ടിയിട്ട്. ഇൽമിനോടുള്ള ദാഹം, ഇൽമിനോടുള്ള ദാഹം. പ്രിയമുള്ളവരെ, ഈ പള്ളിയുടെ മിമ്പറിൽ ഇമാം കയറി സലാം പറയുമ്പോ ജുമുഅന്റെ രേഖപ്പെടുത്തുന്ന മലായികത്തുകൾ
അവരുടെ ബന്ധങ്ങൾ അടച്ചുവെക്കുമെന്ന് പറയുമ്പോ അതിനെങ്കിലും ഒരു ശ്രദ്ധ ചെലുത്താൻ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നവരോടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബ ഒരു ഇൽമ കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിൽ ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോ റസൂലുള്ളാഹിന്റെ വിളി കേൾക്കുമ്പോ ചാടി വീണ് വസബു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിലേക്ക് ഇങ്ങനെ ചാടി വീണാണ്. എത്ര ശ്രദ്ധേയമായ ഉപദേശം നോക്കണേ പ്രിയമുള്ളവരെ. 40ാമത്തെ വയസ്സിൽ പ്രവാചകത്തെ കിട്ടി. അന്ന് പർവ്വതത്തിന്റെ മുകളിൽ കയറുന്ന സ്വന്തം ജീവനേക്കാളും അതിന്റെ ഭീഷണിയെക്കാളും ഒക്കെ മുകളിൽ അല്ലാഹുവിന്റെ വഹദാനിയത്ത് പറഞ്ഞു തുടങ്ങിയ പ്രവാചകൻ തൗഹീദിന് അറ്റമില്ലാട്ടോ, തൗഹീദിന് അവസാനമില്ലാട്ടോ. ഏത് ശരീഅത്തിന്റെ നിയമങ്ങൾക്കിടയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച പ്രവാചകൻ വിടവായുന്ന അവസാനത്തെ ലോകത്തിന്റെ കാഠിന്യത്തിലും ആദ്യത്തെ വാക്ക് ജനങ്ങളോട് പറഞ്ഞത് തൗഹീദ്, തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധന കേന്ദ്രമാക്കുന്നവർക്കെതിരെ പോലും ജനങ്ങളിൽ ഏറ്റവും ശർറുള്ള ആളുകൾ ആരാണെന്നറിയോ? അവരുടെ നബിമാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റിയവരാണ്. തർക്കാമ്പുള്ള വർത്തമാനങ്ങൾ അവിടെ നിന്ന് വഫാത്തിന്റെ സൂചന കൊടുത്തു, അടുത്ത ഖിലാഫത്തിന്റെ സൂചന കൊടുത്തു, അൻസാരികളോടുള്ള മഹത്വം പറഞ്ഞു. അവർ നമുക്ക് നൽകാനുള്ളത് മുഴുവനും തന്നവരാണ്, അവർക്ക് കൊടുക്കാനുള്ളത് ഇനിയും ബാക്കിയാണ് സഹാബ. അതുകൂടെ കൊടുത്ത് വിട പറയുന്ന സൂചന കൂടെ നൽകുമ്പോ സഹാബത്തിന്റെ സങ്കടമാണ്. പ്രവാചകനെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്ന് കിടച്ചാണ്. പ്രിയമുള്ളവരെ, വേദനകൾ അസഹ്യമാണ്, സഹിക്കാൻ കഴിയുന്നില്ല. മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. മുഅവ്വിദത്തിൽ ഈ സൂറത്തുകൾ ഓതുന്നുണ്ട്. ഫലക്കും നാസുമൊക്കെ ഓതി മുത്തനബിയുടെ കൈകളിലൂടി ശരീരം ഇങ്ങനെ തടവുന്നുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച മന്ത്രമാണ്. ഇസ്ലാമിന് മന്ത്രമുണ്ട്, പക്ഷെ മന്ത്രവാദമില്ല. ജോത്സ്യന്റെ കടിക്കല്ലെടുത്ത് പോകുന്ന സമ്പ്രദായം അല്ലാഹുവിന്റെ ദീനിലില്ല. മന്ത്രമുണ്ട് ഇസ്ലാമില്. മുഅവ്വിദത്തിൽ സൂറത്തുകൾ ഓതി കൈകളിലൂടി അല്ലാഹുവിന്റെ ഹബീബിനെ വേദന കഠിനമാകുമ്പോ റസൂൽ ഇങ്ങനെ തടവുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാതെ വന്നപ്പോ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ ആ സൂറത്തുകൾ ഓതി റസൂലുള്ളാഹിന്റെ കൈകളിലൂടി റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ശരീരം ഇങ്ങനെ തടവി കൊടുത്തു. കാരണം മുത്തനബിയുടെ കൈകൾക്കുള്ള ബറക്കത്ത് ഒരിക്കലും എന്നെ കൈക്കില്ലല്ലോ എന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആ സൂറത്തുകൾ ഓതി കൈയിൽ റസൂലുള്ളാഹിന്റെ കൈയോടി എന്നിട്ട് റസൂലിന്റെ കൈ പിടിച്ച് തന്നെ ആ ശരീരം ഇങ്ങനെ തടവി കൊടുത്തു. നമുക്ക് ചെയ്യാവുന്ന മന്ത്രം, നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന മന്ത്രം. അത്രമേൽ കഠിനമായ വേദനകളെ കടിച്ചമർത്തിയ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പോലൊരു മുത്തില്ലറ്റിയുള്ളവരെ ഇതുപോലൊന്നും കടന്നു വന്നിട്ടില്ല. നിങ്ങൾക്കറിയോ, മദീനയിലെ ഭരണാധികാരിയായി ലോകത്തോട് കൂടെ പറയുന്നു, ഇന്ന് ഈ ചാടിക്കളിക്കുന്നവരും അരങ്ങിൽ കിട്ടുന്നവരും പായസം വലിച്ചെറിയുന്നവരും ചിന്തിക്കാത്ത ഒരു പാടുണ്ടായിരുന്നു. കഴിയുള്ളവരിന്റെ ഭക്തിയോടെടുക്കുന്ന സമയത്ത് ജനവിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ 1 മണി ഗോതമ്പിന്റെ ഭക്ഷണം പോലും ഉണ്ടായിട്ടില്ല. ഭക്ഷണം ചീരനി എന്നുള്ള പേര് പറഞ്ഞ റോട്ടിൽ വലിച്ചെറിയുന്നവരും കല്ലെറിയുന്നവരും ഒന്നും പഠിക്കപ്പെടാതെ പോയ വാക്കാണ്. 1 മണി ഗോതമ്പിന്റെ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടു പോയ പണയം ഈ സൂര്യന്റെ കയ്യിൽ പണയപ്പെടുത്തി പറഞ്ഞാൽ ഇസ്ലാം അനുവദിച്ച പണയമാണ്. ഹറാമായ പണയല്ല, പരീക്ഷയുടെ പണയമല്ല. ഒരു വസ്തു ഗ്യാരണ്ടി കൊടുത്ത് അതിന് ഗോതമ്പ് വന്നു ആ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ആ വസ്തു ഉപയോഗിക്കാൻ സാധ്യമാവുന്ന നിബന്ധനകളിലൂടെയുള്ള ആ പണയ വ്യവസ്ഥ അങ്ങനെ പണയപ്പെടുത്തി അതുകൊണ്ട് കിട്ടിയ ഗോതമ്പാണ് ഇവിടെ പറയുന്ന മുച്ചനബിയുടെ കൂടന്മാരെയും 11 രേഖപ്പെടുത്തപ്പെടുന്ന അവിടെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ ഒരു തരി എണ്ണ പോലില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത വീട്ടിൽ നേരം വാങ്ങി എണ്ണയാ നബിയുടെ വീട്ടിലേക്ക് കത്തിച്ചു വെച്ചത്. പഠിക്കാൻ പാടുണ്ട്, ആഘോഷങ്ങളല്ല ദിവസം പണ്ഡിതന്മാരെ സമൂഹത്തെ വഴിതെറ്റിക്കാൻ ഈസാ നബിയുടെ കൂടെ ജന്മദിനം വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു പുതിയ പണ്ഡിത ലോകത്തിന്റെ മുമ്പിൽ ജനവിയെ പഠിക്കാൻ, ജീവിതത്തിന് പഠിക്കാൻ എന്റെ മുത്തനബിയോടുള്ള മഹബത്ത് ജനവി അനുസരിക്കലാണ്, മുത്തനബി ജീവിതത്തിൽ പകർത്തലാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഫോളോ ചെയ്യലാണ്. ആ മഹബത്ത് ജീവിതങ്ങളിലൂടെ തെളിയിച്ച് ധാരാളം സ്വലാത്ത് ചൊല്ലി ധാരാളം ജീവിതത്തിൽ പകർത്തിയും ഹൃദയത്തിൽ കൊത്തിവെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم إنه هو الغفور الرحيم.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വസീയത്ത് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തന്നാൽ ദുഃഖസാന്ദ്രമായ പുലരാൻ മടിച്ചുപോയ മദീനയുടെ പ്രഭാതം അടുത്ത ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിക്കും. എന്തായിരുന്നു മുത്തനബിയുടെ വഫാത്തെന്ന്, അത് കഴിഞ്ഞുള്ള സംഭവവികാസങ്ങളെന്ന്, റബീഉൽ അവ്വൽ 12 ഇസ്ലാമിക ലോകത്ത് എന്താണ് ബന്ധമെന്നുള്ളത് നമുക്ക് പഠിക്കണം, അറിയണം, അത് ജീവിതത്തിലൂടെ പകർച്ചണം. ഈ രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ചെറിയൊരു വിഷയം, നമ്മളൊക്കെ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു വിഷയം, ഈ അത്തഹിയ്യാത്തിൽ എപ്പോഴാണ് വിരലിങ്ങനെ ഉയർത്തി വെക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മളൊക്കെ കുഞ്ഞുനാൾ മുതൽ കേട്ടുപരിച്ചൊരു വാക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഒരുവനാണെന്ന് പറയാനാണ്. അപ്പൊ അതിനുള്ള തെളിവായിട്ടാണ് വിരൽ ഉയർത്തുന്നത്. അതൊരു കേൾവിക്കപ്പുറത്ത് ഒരു എവിടെയും ഒരു രേഖയായി വന്ന ഒന്നല്ല. ചെറിയ നാൾ മുതലേ ആരോ പറഞ്ഞു പഠിപ്പിച്ച ഒരു വാക്ക് എന്നുള്ളതിലല്ലാതെ ഒരു രേഖയായി എവിടെയും കടന്നു വന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കും. ഒന്ന്, ഇന്ന സമയത്ത് ഉയർത്തണമെന്നൊരു സമയം പറയാം.